ശുദ്ധ മണ്ടത്തരം വിളിച്ചു പറയാണോ? 2016 മഴുവറിനുണ്ടാക്കിയതല്ല കേരളം. നിങ്ങൾ പിണറായി പറയുന്ന കാര്യം അധിക്ഷേപിക്കരുത്. ഗവൺമെന്റിന്റെ തലവന്മാരെ അധിക്ഷേപിക്കരുത്. എനിക്ക് ടെൻഷൻ ഒന്നും ഞാൻ 2 കാലം അടുപ്പിച്ച് കത്തിക്കിട്ടു. അപ്പോൾ നീ പഠിക്കുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കേരളത്തിന് എത്രമാത്രം തോൽവിയാണ് എന്നുള്ളതാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആകെ തകരാറാണ്, മോശമാണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടാക്കിയ ഒറ്റ വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് പറയട്ടെ UDF ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടാക്കിയ മാറ്റങ്ങൾ കോടതി തന്നെ ചോദിച്ചല്ലോ. കളി തുടങ്ങിയതിനു ശേഷം നിയമം മാറ്റുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന്? നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പ് പരാജയമാണെന്ന് സ്ഥാപിക്കുക. ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ കുറെ നേരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാർ വന്നിട്ട് എന്തെല്ലാമൊക്കെയോ നടപ്പാക്കി എന്നുള്ള ഗീർവാണം ഇവിടെ കുറെ നേരമായി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർത്ത ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് നമുക്ക് കാലങ്ങളായി അറിയാവുന്ന കാര്യമാണ്. സമരം നടത്തിയത് ഇവർ തന്നെ, ഏറ്റവും കൂടുതൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തത് ഇവർ തന്നെ. അതുകൊണ്ട് ഇങ്ങനെ ഈ ഡംബ് പറഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ എന്തോ മലമറിച്ചു എന്നൊക്കെ പറയുന്നത്, ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ പ്രകടമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ കോടതി ഉത്തരവ് വന്നാലും സർക്കാരിന് അനുകൂലമായവയാണെങ്കിൽ ഒട്ടും വൈകാതെ ക്യാമറകൾക്ക് മുന്നിലെത്തി പ്രതികരിക്കുന്ന ആൾ കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അത്തരമൊരു ഫോറമിന് ശുപാർശ ചെയ്തിരുന്നോ എക്സ്പെർട്ട് കമ്മിറ്റി 5:3:1? അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ക്യാമറകൾക്ക് മുന്നിലെത്താൻ മടി കാണിക്കാത്ത ആളാണ്. സുപ്രീം കോടതി ഈ ചോദ്യം ചോദിച്ചിട്ട് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു, ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. അല്ല, തീർച്ചയായിട്ടും ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കേരളത്തിന് എത്രമാത്രം തോൽവിയാണ് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ഈ പ്രൊസീജിയറുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രോസ്പെക്ടസിൽ ഒരു നിയമം എഴുതി വെക്കുക, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മറ്റൊരു നിയമത്തിന്റെ അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് കോടതിയിൽ പോകുമ്പോൾ മറ്റൊരു തീരുമാനം എടുക്കുക. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലെന്ന്. പ്രോസ്പെക്ടസ് അനുസരിച്ച് ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷയുടെ റിസൾട്ട് ആ പ്രോസ്പെക്ടസ് അനുസരിച്ച് തന്നെയല്ലേ പുറത്തു വരേണ്ടത്. പിന്നല്ലാതെ അങ്ങനെ വരേണ്ട ഒരു റിസൾട്ടിന്റെ തലേ ദിവസം രാത്രി മാത്രം പുതിയൊരു ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഞങ്ങൾ പുതിയൊരു മാനദണ്ഡത്തിന് പ്രകാരമാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ എത്രയോ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഈ സർക്കാർ തുലാസിലാക്കിയത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. സർക്കാർ പറയുന്നത് ഞങ്ങൾ സ്റ്റേറ്റ് സിലബസുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ കേരള സിലബസ് എഴുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ. അതിനകത്തൊരു കൃത്യമായ മറുപടി പറയാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് സാധിക്കാത്തത്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. പുതുക്കിയ ഫോർമുല കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ ഫോർമുല നമുക്ക് കുറച്ചുകൂടി പഠനത്തിന് വിധേയമായി അടുത്ത കൊല്ലം നടപ്പിലാക്കേണ്ടതാണ് എന്നുള്ളത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസ്പെക്ടസിൽ മറ്റൊരു നിയമം എഴുതി വെക്കുകയും ഈ റിസൾട്ട് വരുന്നതിന്റെ തലേദിവസം പുതുക്കിയ ഒരു ഫോർമുല കൊണ്ടുവന്നത്? അതാണ് നമ്മൾ ആലോചിക്കണമെന്ന് പറഞ്ഞില്ലേ. ഈ എന്ത് പണ്ടാറ ആലോചിക്കണമെന്നാ നമ്മൾ ചോദിക്കണേ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന്റെ തലേദിവസമാണോ ഒരു മൂല്യനിർണ്ണയ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാലോ ഇത് എഴുതിയ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ തച്ചു തകർത്ത സർക്കാർ ഒരു മറുപടി പോലും പറയാൻ പറ്റാതെ സത്യത്തിൽ വലിയ സങ്കടകരമാണ് കേരളത്തിൽ എന്നുള്ളത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തൊരു പരാജയമാണ്, ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം മോശമാണ് എന്നെല്ലാം പറയുന്ന ആളുകൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് കേരളം നേടിയ നേട്ടങ്ങളെ തമസ്കരിക്കാനോ വിസ്മരിക്കാനോ ശ്രമിക്കുന്നവരാണ്. അടിപൊളി. വിദ്യാഭ്യാസ നിലവാരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കണക്കാക്കിയ സ്റ്റേറ്റുകളിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ്. 151 കോളേജുകൾ. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് A+++A ഇതിലേക്ക് വന്നിരിക്കുന്നു. ഭയങ്കരം തന്നെ. NRIFനെ നോക്കിക്കഴിഞ്ഞാൽ റാങ്കിങ്ങിൽ എത്രയോ മേലെയാണ് കേരളം. പിന്നെ കേരളത്തിൽ ഒരു മാറ്റവും ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഇവിടെ N1 എന്ന് പറയുന്ന കേരളത്തിലെ സെമസ്റ്റർ സംവിധാനം ഇന്നിപ്പോൾ ഡൽഹി സർവകലാശാല അത് ഉപയോഗിച്ചിരിക്കുകയാണ്. 4 വർഷ ബിരുദ പ്രോഗ്രാം ആരംഭിച്ച ഞങ്ങളാണ്. ഔട്ട്കം ബേസ്ഡ് വിദ്യാഭ്യാസ രീതി ആരംഭിച്ചത് ഈ ഗവൺമെന്റ് ആണ്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചില്ലല്ലോ, അല്ല പറഞ്ഞതേ ഉള്ളൂ. ഉന്നത വിദ്യാഭ്യാസ പരിശീലന ഗവേഷണ കേന്ദ്രം ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആകെ തകരാറാണ്, മോശമാണെന്ന് പറഞ്ഞല്ലോ.
ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടാക്കിയ ഒരൊറ്റ വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് പറയട്ടെ UDF-കാർ, ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഈ കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് പ്ലാൻ ഫണ്ടിൽ 2718 കോടി ഉറുപ്പിക ഈ ഗവൺമെന്റ് ചെലവഴിച്ചു. കിഫ്ബിയിൽ 1844 കോടി, റൂസയിൽ 532 കോടി. പിന്നെ എനിക്ക് എപ്പോഴും പറയാൻ പറ്റില്ല, കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി നടത്തണമല്ലോ. എന്റെ ചോദ്യം ഇതാണ്, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടസ് തിരുത്തുന്നതും ഈ മന്ത്രി തന്നെ ചെയ്തതാണ്. ആ യുക്തി ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണ് മറയ്ക്കുന്നത്? അതില് പ്രോസ്പെക്ടസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സംബന്ധിച്ച നിയമനത്തിന് നടപടിക്രമങ്ങളിൽ മാറ്റം വരുന്നതാണ്. എപ്പോൾ മാറ്റം വരുത്താവുന്നതാണ്? പ്രോസ്പെക്ടസ് നിങ്ങളെ പ്രോസ്പെക്ടസിന്റെ 1.06 സെക്ഷൻ നോക്കൂ. കോടതി തന്നെ ചോദിച്ചല്ലോ, കളി തുടങ്ങിയതിനു ശേഷം നിയമം മാറ്റുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന്. എടാ നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണഗതിയിൽ പ്രോസ്പെക്ടസിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ നിയമം വരിച്ച് ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ട്, നിലവിൽ അധികാരമുണ്ട്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞ പ്രോസ്പെക്ടസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്തു കളഞ്ഞു. അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തോട്ടിലെറിഞ്ഞു ആ വാദം. ഇതില് ഞാൻ പറഞ്ഞല്ലോ 14 വർഷക്കാലമായി നിലനിൽക്കുന്ന ഒരു വിവേചനം പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിക്കുന്ന ഒരു ഉന്നത കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി റെക്കമെൻഡേഷൻ വാങ്ങി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നു. ആ ചർച്ചയുടെ മേലെ തീരുമാനമുണ്ടായി. ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ക്യാബിനറ്റ് പരിശോധിച്ചു. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനമെടുത്തത്. അത് ശരി. 14 വർഷമായി അനീതി നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ പ്രവേശന നടപടികൾ തുടങ്ങിയതിനു ശേഷമാണോ തിരുത്തേണ്ടത്? കഴിഞ്ഞ വർഷത്തെ പ്രവേശന നടപടി പൂർത്തിയായപ്പോൾ തന്നെ ഈ വിവേചനത്തെ കുറിച്ച് അറിയാമായിരുന്നല്ലോ, അന്നേ തിരുത്താമായിരുന്നില്ലേ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. നിങ്ങൾ ഈ പറയുന്ന റിവ്യൂ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അല്ലല്ലോ ഈ പ്രോസ്പെക്ടസ് തിരുത്തൽ നടത്തിയത്. അത് ശരിയല്ല. നിങ്ങളുടെ ഒരു സ്വന്തം ന്യായം പറയുന്നതാണ്. ഹൈക്കോടതി രേഖകളെല്ലാം വിളിച്ചു വരുത്തി പരിശോധിച്ചത്. നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പ് പരാജയമാണെന്ന് സ്ഥാപിക്കുക നിങ്ങളുടെ താല്പര്യമായിരിക്കാം. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നമ്മുടെ പ്രധാനപ്പെട്ട സംശയം, സർക്കാരിന് മൂല്യനിർണയത്തിന്റെ 1 മണിക്കൂർ മുമ്പ് എവിടെ നിന്നാണ് ഈ 5:3:2 എന്ന മൂല്യനിർണയ ഫോർമുല ലഭിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഇതേവരെ ശ്രീ പ്രകാശൻ മാസ്റ്ററോ എന്തിന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും ഉത്തരം പറഞ്ഞിട്ടില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പോ ഇത് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും, ഞാൻ പറയുന്നത് ഒരു പരീക്ഷയ്ക്ക് മുമ്പ്, അത് CBSE ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കൊള്ളട്ടെ, നമ്മൾ പ്രോസ്പെക്ടസ് അനുസരിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ആ നോക്കി പഠിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ചതിച്ച കുറ്റകരമായ അനാസ്ഥ നടത്തിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായിരുന്നു അഹങ്കാരം. ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ കുറെ നേരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാർ വന്നിട്ട് എന്തെല്ലാമൊക്കെയോ നടപ്പാക്കി എന്നുള്ള ഗീർവാണം ഇവിടെ കുറെ നേരമായി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ച് തകർത്ത ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് നമുക്ക് കാലങ്ങളായി അറിയാവുന്ന കാര്യമാണ്. അവൻ തമാശ പറയണതല്ലേ അല്ലേടാ? അല്ല, കാര്യമായിട്ടാ. ഇവിടെ സഹകരണ മേഖലയിൽ ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ, ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനിരുന്നപ്പോ സമരം ചെയ്ത വ്യക്തിയാണ് ഈ പ്രകാശൻ മാസ്റ്റർ. ആ സമരത്തിന് എതിരായി ശ്രീ MV രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി സമരം ചെയ്ത ഇവർ തന്നെ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുകയും ആ മെഡിക്കൽ കോളേജ് പിന്നീട് എന്തായി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇവർ ചെയ്ത സേവനങ്ങളാണ്. നമുക്കറിയാം 2001 കാലഘട്ടത്തിൽ ശ്രീ AK ആന്റണിയുടെ സർക്കാർ ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനിരുന്നപ്പോ പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും സമസ്ത കേരള നായന്മാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കേരള സർക്കാർ തുലയട്ടെ എന്ന് പറഞ്ഞ് സമരം നടത്തിയവരാണ് ഇവിടുത്തെ SFI-കാർ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇവിടെ സമരം നടത്തി, വലിയ കോലാഹലങ്ങൾ നടത്തി, വണ്ടി കത്തിച്ചു, സമരം നടത്തി. 2006 ഇവിടെ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ശ്രീ MA ബേബി എന്ന്, രണ്ടാം മുണ്ടശ്ശേരി എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന ശ്രീ MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വന്നപ്പോൾ നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ വിദ്യാഭ്യാസ എഞ്ചിനീയറിംഗ് കോളേജുകൾ കൊടുത്തത് ആ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു. സമരം നടത്തിയത് ഇവർ തന്നെ, ഏറ്റവും കൂടുതൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തത് ഇവർ തന്നെ. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്
നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. ആ സമരം നടത്തിയ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകളെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വിട്ടത് എന്നുള്ളതും ചരിത്രമാണ്. ഈ മുഖ്യമന്ത്രിയുടെ മകനെ മെർക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ വിദേശ പഠനത്തിന് വിട്ടതും ആ കാലയളവിൽ തന്നെയായിരുന്നു എന്നുള്ളതും ചരിത്രമാണ്. ആ കാലയളവിൽ ബർക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ മകനെ പറഞ്ഞുവിട്ട ശ്രീ പിണറായി വിജയൻ 2015 വിദേശ സർവകലാശാലകളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ചർച്ച നടത്തിയപ്പോൾ കോവളത്ത് ശ്രീ TP ശ്രീനിവാസൻ എന്ന് പറയുന്ന നയതന്ത്രജ്ഞനെ SFIക്കാർ ചെകിട്ടിനിട്ടടിച്ചത് നമ്മൾ കണ്ടതാണ്. ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമായിരുന്നല്ലോ അന്ന് SFIക്കാർ പോയി അടിച്ചത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ 2023 ഞങ്ങൾ വീണ്ടും വിദേശ സർവകലാശാലകളുമായി ഇവിടെ ബന്ധം സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞ CPM എന്ന മുന്നണിയാണ് കേരളത്തിലുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർത്തു. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോ, 14 യൂണിവേഴ്സിറ്റികൾ ഉള്ളതിൽ 13ലും വൈസ് ചാൻസലർമാർ ഇല്ലാത്ത, പെർമനന്റ് വൈസ് ചാൻസലർമാർ ഇല്ലാത്ത ഒരേ ഒരു നാടാണ് കേരളം. 65 ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉള്ളതിൽ 60ലും പ്രിൻസിപ്പാൾമാരില്ലാത്ത ഏക നാടാണ് കേരളം. അതിൽ നിനക്ക് അഭിമാനിക്കാമല്ല. ഈ കേരളത്തിൽ നിന്നാണ് ഇവർ ഇത്ര വലിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മേന്മ പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ +2 പാസ്സാകുന്ന 43% ആളുകളും ഇന്ന് കേരളത്തിൽ പഠിക്കാതെ പുറത്തേട്ട് പോകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മേന്മ കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് മാത്രമല്ല, ഇപ്പൊ FUGP ഇപ്പൊ നമുക്കറിയാം ഇവിടെ 4 ഇയർ കോഴ്സുകളുടെ കാര്യത്തിൽ എന്തോ വലിയ രീതികൾ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി 2020 തന്നെ ഈ FUGP കോഴ്സുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നൊക്കെ ഇവിടെ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞാൽ അതിനൊക്കെ ആരാണ് ഇവിടെ വില വെച്ചു കൊടുക്കാൻ പോകുന്നത്? അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. അതും മാത്രമല്ല, അദ്ദേഹം ഏതോ യൂണിവേഴ്സിറ്റിയുടെ കണക്കുകൾ പറയുന്നുണ്ട്. നിങ്ങൾ പറയൂ, കേരള യൂണിവേഴ്സിറ്റിയിൽ ചരിത്രത്തിൽ എന്താണ് ഈ ഇന്ത്യ രാജ്യത്തെ 50 യൂണിവേഴ്സിറ്റികളിൽ ഒന്നാകാതിരുന്ന ചരിത്രം എന്താണ് എന്നുള്ളത് നിങ്ങൾ പറയൂ. കാലാകാലങ്ങളായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഈ 50ന്റെ ഉള്ളിലുണ്ട്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. അത് മാത്രമല്ല, ഇപ്പോ NIRF എന്ന് പറയുന്ന ഒരു പുതിയ റേറ്റിംഗ് സംവിധാനം വന്നു. ആ സംവിധാനം വന്നത് 2016 ആ 2016 ആ സംവിധാനം വന്നതുകൊണ്ട് ആ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ 1ാം സ്ഥാനം അല്ലെങ്കിൽ സ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞ് പറയാൻ സാധിക്കും. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. യൂണിവേഴ്സിറ്റികളുടെ ഗുണനിലവാരത്തിൽ നമ്മൾ മുമ്പിലാണ്. പക്ഷേ കാലാകാലങ്ങളായി നമ്മൾ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിക്ക് 9ാം സ്ഥാനമുണ്ട്. രാജ്യത്താകെയുള്ള യൂണിവേഴ്സിറ്റികളിൽ 21ാം സ്ഥാനവുമുണ്ട്. 1ാം സ്ഥാനമൊന്നും കേരളത്തിലെ ഒരു സർവകലാശാലയ്ക്കും NIRF റാങ്കിങ്ങിൽ ഇല്ല. നമ്മൾ കാലാകാലങ്ങളായി 50-നുള്ളിലാണ്. അത് ചരിത്രപരമായി കാലാകാലങ്ങളിൽ നമ്മൾ ഒന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഡംബ് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ എന്തോ മലമറിച്ചു എന്നൊക്കെ പറയുന്നതിന് അബിൻ വർക്കി പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരു മാറ്റമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നാക്കിന്റെ അക്രഡിറ്റേഷൻ അതാണ് ഏറ്റവും വലുത്. കേരളത്തിൽ ഈ 11 സ്ഥാപനങ്ങളിൽ 3 കേരളത്തിലുണ്ട്. ഒരൊറ്റ ഒന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തുണ്ട് എന്ന് അദ്ദേഹം പറയട്ടെ, പറയാൻ വേണ്ടി കഴിയോ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. തടയരുത്. ഇനി ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. +2 കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് വരുന്നതിന്റെ റേഷ്യോ ഇന്ന് കേരളം രാജ്യത്ത് 1ാമതാണ്, 41.3. രാജ്യത്തിന്റെ പൊതുശതമാനം 28.4. ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ പ്രകടമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. നമുക്ക് ഇനി നേട്ടങ്ങളിലേക്ക് പോകണോ? CM പ്രകാശ് നേട്ടങ്ങൾ മുഴുവൻ നേരത്തെ താങ്കൾക്ക് പറയാൻ ഞാൻ അവസരം തന്നല്ലോ. ഈ പ്രകാശ് മാസ്റ്റർ ഇവിടെ നാക്കിന്റെ അക്രഡിറ്റേഷന്റെ കാര്യം താങ്കൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നല്ലോ. കേരളത്തിൽ 2016 ശേഷം നാക് അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സർവകലാശാലയുടെ പേര് പറഞ്ഞു. 2016 ശേഷം ശങ്കരാചാര്യ. അതെന്നെ പിടിച്ചോ. 2016 ശേഷം അറിയില്ലാത്ത കാര്യം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് 2004 കിട്ടിയതാണ്. ശുദ്ധ മണ്ടത്തരം വിളിച്ചു പറയാണോ? 2016 മഴുവറിനുണ്ടാക്കിയതല്ല കേരളം. ഞാൻ ഇനി തോന്നിവാസേ പറയൂ. 2016 മഴുവറിനുണ്ടാക്കിയതല്ല. അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനാ
ആരണ്ണൻ അണ്ണാ കിട്ടിയാൻ കുത്തും. ഇതൊക്കെ 2016 A മുമ്പ് plus. കേരളത്തിലെ 8 സർവകലാശാലകൾക്ക് നിങ്ങൾ വൃത്തികേട് പറയരുത്. മുമ്പ് NAC നിങ്ങൾ വൃത്തികേട് പറയരുത്. നിങ്ങൾ പിണറായി പറയേണ്ട കാര്യം എന്താ? ഞാൻ ചോദിക്കട്ടെ, ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ല കേട്ടോ. അക്രഡിറ്റേഷൻ അല്ലെന്ന് നിങ്ങൾ A++ പദവി അന്നുണ്ടോ 2000 മുതൽ? ഇങ്ങനെ ഒരു 2000 മുതൽ അക്രഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. ഞാൻ പറഞ്ഞ കേരളത്തിൽ 9-ൽ 8-ലും NAC അക്രഡിറ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ മുമ്പ്. അതാ പറഞ്ഞ A++ പദവി അന്നില്ല. കാലഘട്ടം തൊട്ടുണ്ട്. ആയല്ലോ പഠിച്ചോനെ. എന്നിട്ട് ആ കാര്യമൊക്കെ ഇവിടെ വന്ന് ഏതാണ്ട് 2016 മഴ പറഞ്ഞ് അത് നിങ്ങളെയൊക്കെ തള്ളുകണ്ട. 2014 മഴ പറഞ്ഞ് ഇന്ത്യ ഉണ്ടാക്കി. 2014 പിണറായി വിജയൻ കേരളം. ഗവൺമെന്റിന്റെ തലവന്മാരെ അധിക്ഷേപിക്കരുത്. ഗവൺമെന്റിന്റെ തലവന്മാരെ അധിക്ഷേപിക്കരുത്. Bing bing boo, tum 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 tum